ശ്രീ വി എം സുധീരൻ മുഖ്യമന്ത്രിക്ക് 2 കത്തുകൾ അയച്ചു. ഒന്ന് അദ്ദേഹത്തിന്റെ ആജന്മ ശത്രുവായ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടാണ്. അതിന്റെ മെറ്റിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. രണ്ടാമത്, ബജറ്റില് ശ്രീ വി ഡി സതീശൻ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്കുള്ള നികുതി ഇളവിനെ സംബന്ധിച്ച് തികഞ്ഞ ഗാന്ധിയനായ വി എം സുധീരൻ ഏകദേശം ഒരു അരിക്കാക്കിയതാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ. പ്രശ്നം വേറൊന്നുമല്ല, ബാറുകളുടെ ലൈസൻസും ബാർ കോഴയും മറ്റു കാര്യങ്ങളുമായിട്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ മല്ലിട്ടത്. മദ്യനയം എന്ന് പറയുന്നത് വി എം സുധീരൻ എന്ന് പറയുന്ന വ്യക്തി വീട്ടിലിരുന്ന് തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. മദ്യനയത്തിലെ സുധീരൻ പറഞ്ഞത് അനുസരിച്ചതാണ് ഉമ്മൻചാണ്ടി കാണിച്ച ഏറ്റവും വലിയ മഠയത്തരം. അതിനു വേണ്ടിയിട്ട് 10 വർഷം ജനങ്ങള് UDF ശിക്ഷിച്ചു. വീണ്ടും ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജനങ്ങളുടെ മാൻഡേറ്റ് വാങ്ങിച്ച് സർക്കാർ ഉണ്ടാക്കിയ വി ഡി സതീശൻ എന്ത് ചെയ്യണമെന്ന് ശ്രീ വി എം സുധീരൻ തീരുമാനിക്കുന്നിടത്ത് നിന്നും UDF കേരളത്തിൽ വീണ്ടും ഇല്ലാതാക്കാനുള്ള നീക്കമാണ് നമ്മൾ കാണുന്നത്. മദ്യനയം സർക്കാരിന്റെ നയമാണ്. അതിനകത്ത് വി ഡി സതീശൻ എന്ന വ്യക്തിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാനുള്ള യാതൊരു അവകാശവുമില്ല. റിട്ടയർ ആയി കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഈ സതീശനെ മുഖ്യമന്ത്രി ആക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലേക്ക് ചരട് വലിച്ചതിന് ഒരു പ്രധാനപ്പെട്ട വ്യക്തി ശ്രീ വി എം സുധീരനാണെന്ന് ഉള്ളത് ഓർമ്മിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, വി ഡി സതീശന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കളിയല്ല ഈ നടക്കുന്നത്. കേരള ഹൈക്കോടതി തന്നെ ഒരിക്കൽ പറഞ്ഞത് മാതിരി കേരളത്തിലുള്ള എല്ലാ തെങ്ങുകളും ചെത്തിയാൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കള്ള് കേരളത്തിൽ ചെലവാകുന്നുണ്ട്. ഇത് എവിടെ നിന്നാണെന്ന് ഒരിക്കൽ കോടതി തന്നെ ചോദിച്ചു. ഇപ്പൊ കേരളത്തിലെ മദ്യനയം എന്ന് പറയുമ്പോഴത്തേക്ക് സമഗ്രമായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ സർക്കാർ തന്നെ കള്ള് ചെത്തി ശേഖരിക്കുകയും കള്ള് വിതരണം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ മദ്യ മാഫിയകൾ വെള്ളത്തിലാവും. മാത്രമല്ല, ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, ഞാനൊരു ഇത്തവണ ഇലക്ഷന് മത്സരിച്ച് ജയിച്ച ഒരു MLA കണ്ട് സംസാരിച്ചപ്പോഴത്തേക്ക് ഇലക്ഷനിടയിൽ അദ്ദേഹം പറഞ്ഞതാണ്, AICC കാര്യമായിട്ട് ഫണ്ടൊന്നും തന്നില്ല, കർണാടകയിലുള്ള 1-2 സ്പിരിറ്റ് കമ്പനിക്കാരുടെ നമ്പർ മാത്രം തന്നെ. കേരളത്തിലെ ഇലക്ഷന് ശ്രീ KC വേണുഗോപാൽ സംഭരിച്ച തുക അത്രയും കർണാടകത്തിലെ മദ്യ ലോബിയിൽ നിന്നും വന്ന പൈസയാണ്. അവർക്ക് തിരിച്ച് ബെനിഫിറ്റുകൾ ചെയ്തു കൊടുത്തേ സതീശൻ സർക്കാരിന് മതിയാവൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണം. കർണാടകത്തിലെ DK ശിവകുമാറും കോൺഗ്രസിന്റെ മറ്റൊരു നേതാവായ ശ്രീ രേവന്ത് റെഡ്ഡിയും ചേർന്ന ഒരു സൗത്ത് ഇന്ത്യൻ ലിക്കർ കോക്കസും. എന്നാൽ കേരളത്തിന് സ്വന്തമായിട്ടുള്ള മദ്യം കേരളത്തിൽ ഉത്പാദിപ്പിക്കാത്ത എന്തുകൊണ്ട് കർണാടകയിൽ നിന്ന് നമ്മുടെ സ്പിരിറ്റ് കടത്തിക്കൊണ്ടുവരുന്ന സ്പിരിറ്റിൽ എത്ര ഭാഗത്തിന് നികുതി അടയ്ക്കുന്നുണ്ട്? ഇപ്പോൾ കർണാടകത്തിൽ നിന്നും സ്പിരിറ്റ് കൊണ്ടുവരുന്നതിന് കിട്ടുന്ന കമ്മീഷനാണ് കേരളത്തിലെ കോൺഗ്രസ് MLA മാർ ഇലക്ഷന് ചെലവാക്കിയ ഫണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മദ്യനയത്തില് സതീശൻ സർക്കാരിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തില്ലെങ്കിൽ UDF അടപ്പിച്ച ബാറുകളെല്ലാം LDF തുറപ്പിക്കുകയും അതിന്റെ പൈസ അവർ വാങ്ങിക്കുകയും ചെയ്തു. വീണ്ടും ഈ ബാറുകൾ അടപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ UDFന് ഭരണം വീണ്ടും നഷ്ടമാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും വി ഡി സതീശന്റെ പണി ചെയ്യട്ടെ, സുധീരന്റെ പണി ചെയ്യട്ടെ. കർണാടകത്തിൽ നിന്നും മദ്യ ലോബിയുടെ മദ്യമൊഴുക്കും സ്പിരിറ്റ് ഒഴുക്കും നിർബാധം തുടരട്ടെ. നന്ദി, നമസ്കാരം.